Hello friends, welcome back to our channel Mom's Daily. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ 4 മണി പലഹാരമായിട്ടാണ്. നമ്മളിത് ആവിയിൽ വേവിച്ചിട്ടാണ് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് റവ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കശുവണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ അല്പം ഉണക്കമുന്തിരി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വറുത്ത് കോരാം. അടുത്തത് അല്പം കശുവണ്ടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കശുവണ്ടി കപ്പലണ്ടി ഒക്കെ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇച്ചിരി രുചിയും കൂടെ കൂടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് രണ്ടുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ബാക്കി വരുന്ന നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമുണ്ട്, അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനത് പറയാം എങ്ങനെയാണെന്ന്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കപ്പോളമുള്ള റവ, ഇത് വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ വറുക്കാത്ത റവ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ചെറിയ ജാറ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ വലിയ ജാറിനകത്തോട്ടൊന്ന് മാറ്റിയിടണം. കാരണം ഇത് നമ്മൾ മിക്സിയിലാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബാറ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊടിച്ചിട്ടുള്ള ഈ റവയും പഞ്ചസാരയും മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം 3 മുട്ട ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യാം, പകരം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും 3 മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2 ഏലക്ക, അതിൻ്റെ കുരു മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ കുരും എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിനകത്തോട്ട് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. കൂടെ നമ്മൾ നേരത്തെ കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്തെടുത്ത നെയ്യിൽ അല്പം ബാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഒരു 1/2 ടേബിൾ സ്പൂൺ കാണും, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനോടൊപ്പം ഇതിനകത്ത് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയാണ് നിങ്ങൾ ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. എപ്പോഴും ബേക്കിംഗ് പൗഡറിൻ്റെ നേർപകുതിയാണ് ബേക്കിംഗ് സോഡ ചേർക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രങ്ങളിൽ, ഏത് പാത്രത്തിലാണോ നിങ്ങളിത് ഒഴിച്ചു വെക്കുന്ന ആ പാത്രം ഇതുപോലെ എടുക്കുക. ഞാനിവിടെ കുഞ്ഞ് കട്ടോരി എന്ന് പറഞ്ഞ കുഞ്ഞു പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഏത് പാത്രമാണ് എടുത്തിരിക്കുന്നത് ആ പാത്രത്തിൽ അല്പം നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കണം, ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് പോരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ നെയ്യ് ഒരു അല്പം എണ്ണയാണ് തടവി കൊടുക്കുന്നത്. അതിനുശേഷം ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിറച്ചൊഴിക്കരുത്. ഒരു 1/4 ഭാഗത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന അളവിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ചേർക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ കശുവണ്ടി കണ്ടോ ഇതേപോലെ 1 വലുതാക്കി വെച്ചിട്ടുണ്ട് ഓരോന്നിലും. പിന്നെ ഉണക്കമുന്തിരിയും 1 വെച്ചിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ അല്പം ബാക്കി വന്നിട്ടുള്ള കശുവണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതും മേലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ചെറിയ കശുവണ്ടിയൊക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണം എന്നില്ല. നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഒക്കെ അന്നേരം അതിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ആവിയിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ തിളച്ച് നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് ആവി കയറ്റാൻ വെക്കുന്നത് കേട്ടോ. അതിന് മുന്നേ തന്നെ ഈ ഒരു ആവി വരുന്നതിന് മുന്നേ ഒരിക്കലും വെക്കരുത്. ആവി വന്നതിന് ശേഷം മാത്രം പാത്രം വെക്കുക. ഇനി ഇതൊരു മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ 10 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയായി കിട്ടും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്, അതുകൊണ്ട് 10 മിനിറ്റ് സമയം എടുത്തു. നോക്കിക്കേ, നല്ല ക്ലീൻ ആയിട്ട് നന്നായിട്ട് പൊന്തിയിട്ടൊക്കെ ഫ്ലഫി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിൽ മാറ്റി വെച്ച് ഇതൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇതാ ഞാൻ കൈ വെച്ചിട്ട് ഇതിൻ്റെ സൈഡുകളിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അകത്തി കൊടുക്കുവാണ്. പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടും കേട്ടോ പാത്രത്തിൽ നിന്ന്. ഇനി നമുക്കൊരു സ്പൂൺ, ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പെട്ടെന്നും കൂടെ ഒന്ന് വട്ടത്തിലൊന്ന് കറക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ നമ്മുടെ അപ്പം ഇവിടെ റെഡിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മളിത് റവ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞു പോലെ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കണ്ട. ഇനി ഇത് തന്നെ നമുക്ക് ശർക്കര പാനിയൊക്കെ ചേർത്തിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ പിന്നീട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പിന്നീട് ഉടനെ തന്നെ ഞാൻ ഇടാൻ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള ഈ ഒരു അപ്പം കൂടെ ഈ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം. അങ്ങനെ തന്നെ നമ്മുടെ ഒരു സൂപ്പർ 4 മണി പലഹാരം ഇവിടെ റെഡിയാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളൊക്കെ സോഫ്റ്റ്നെസ് എന്ന് കാണേണ്ടതാ. നോക്കിയേക്ക് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്, അത്രയും സോഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഭക്ഷണം എന്നൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഞാൻ ഇതിനകത്ത് പരമാവധി നെയ്യും എണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ കുറച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 1.25 ടേബിൾ സ്പൂണോളം നെയ്യ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.